എൻവി സിനിമാസിന്റെ പുതിയൊരു വീഡിയോയിൽ നമ്മൾ നോക്കാൻ പോകുന്നത് ലാലേട്ടനെ നായകനാക്കി ജിത്തു ജോസഫ് സംവിധാനം ചെയ്ത മൂവിയാണല്ലോ ദൃശ്യം എന്ന മൂവി. മലയാള സിനിമയുടെ തലവര മാറ്റിമറിച്ച ഒരു മൂവിയാണല്ലോ ദൃശ്യം എന്ന മൂവി. ലോക ശ്രദ്ധ ഈ മലയാള ഇൻഡസ്ട്രിയിൽ എത്തിച്ച ഒരു സിനിമയായിട്ടാണ് നമ്മൾ ദൃശ്യത്തെ കണക്കാക്കുന്നത്. അതേപോലെ തന്നെയായിരുന്നു സിനിമയുടെ രണ്ടാം ഭാഗമായ ദൃശ്യം 2 എന്ന മൂവി. OTT റിലീസിലും സിനിമ വേൾഡ് വൈഡ് ആയിട്ട് തരംഗമായിട്ടുള്ള ഒരു സിനിമയായിരുന്നു ഇത്. ഇപ്പോൾ ഇതാ ഹിന്ദിയിലും സിനിമ റീമേക്ക് ചെയ്ത് അവിടെയും വലിയൊരു ഹിറ്റായിട്ടാണ് സിനിമ മാറിയത്. ഇപ്പോൾ സിനിമയുടെ മൂന്നാം ഭാഗം വരുന്നുണ്ട് എന്ന് അറിഞ്ഞപ്പോൾ ഇപ്പോൾ ഇത് ഹിന്ദിക്കാരെ സിനിമയായിട്ടാണ് ദൃശ്യം 3യെ എല്ലാവരും കണക്കാക്കുന്നത്. കഴിഞ്ഞ ഫെബ്രുവരി മാസമാണല്ലോ ദൃശ്യം 3യുടെ ഒഫീഷ്യൽ അനൗൺസ്മെന്റ് വന്നിരിക്കുന്നത്. ഇപ്പോൾ ഇതാ അജയ് ദേവഗൺ നായകനായി എത്തിയ ദൃശ്യം 3 എന്ന സിനിമയുടെ ഷൂട്ടിംഗ് നമ്മുടെ മലയാള ദൃശ്യം 3യുടേക്കാൾ മുന്നേ ആരംഭിക്കുമെന്നും അതേപോലെ തന്നെ മലയാളത്തിനേക്കാൾ മുന്നേ റിലീസ് തിയേറ്ററുകളിൽ ഉറപ്പാക്കിയിരിക്കുകയാണ് അജയ് ദേവഗണിൻ്റെ ദൃശ്യം 3 എന്ന മൂവി. മലയാളത്തിൻ്റെ ദൃശ്യം എന്ന മൂവി ഹിന്ദിക്കാർ കൊണ്ടുപോയി നശിപ്പിക്കുമോ ഇല്ലയോ എന്ന് നമുക്ക് കാണാം. ഈ വർഷം തന്നെ ദൃശ്യം 3യുടെ ഹിന്ദി റിലീസ് ഉണ്ടാകുമെന്നാണ് ഏറ്റവും പുതിയ റിപ്പോർട്ടിൽ നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. അതിനേക്കാൾ മുന്നേ ലാലേട്ടൻ്റെ സിനിമ ഷൂട്ടിംഗ് പൂർത്തിയാക്കിയാൽ മതിയായിരുന്നു എന്നാണ് ഇപ്പോൾ നമ്മുടെ ഒരു പ്രാർത്ഥന. കാത്തിരിക്കാം നമുക്ക് ലാലേട്ടൻ്റെയും അതേപോലെ തന്നെ ജിത്തു ജോസഫിൻ്റെയും മലയാളത്തിൻ്റെയും ദൃശ്യം 3ക്ക് വേണ്ടി.